എൻ്റെ അമ്മയുടെ അഭാവം വല്ലാത്ത വേദന. അത് ഒരമ്മയിൽ ഒരു മഴക്കെട്ടതിൽ തുടങ്ങുന്നു. അപ്പം അങ്ങനെ ഒരു അമ്മയില്ലായ്മയുടെ ഒരു വേദന എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ഒരു 12 വയസ്സുകാരൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആശ്രയമായിരുന്ന തൻ്റെ മാതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരുപക്ഷെ ദിശാബോധം നഷ്ടപ്പെട്ട ആ ബാലൻ ഒരമ്മയെ കണ്ടുമുട്ടുകയാണ്. ആ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അന്ന് തെളിഞ്ഞ ആ തിരി അത് വലിയ അഗ്നിയായി മാറുകയായിരുന്നു. അത് സോമരാജൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യസ്നേഹിയുടെ ഒരു വലിയ ആശ്വാസത്തിൻ്റെ തുരുത്തായി മാറ്റപ്പെട്ടു. വെൽക്കം ടു കോഫി വിത്ത് ലൂക്കിൽ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിശയിലേക്ക് ചിന്തിക്കുന്ന, ഒരു ചരിത്രം എഴുതി ചേർക്കുന്ന ഒരു പുതിയ വാതായനം ഇവിടെ തുറക്കപ്പെടുകയാണ്. ഇന്ന് എന്നോടൊപ്പമുള്ള ഒരു മഹാരഥനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കോഫി വിത്ത് ലൂക്കിൽ ഗാന്ധി ഭവൻ്റെ അമരക്കാരനായ സോമരാജൻ സാർ. സാർ നമസ്കാരം. താങ്ക് യു. പത്തനാപുരം ഒരു അത്യാവശ്യം ഹൈ റേഞ്ച് പോലെയൊക്കെയുള്ള ഏറിയ. പക്ഷേ അങ്ങ് 12ാമത്തെ വയസ്സിൽ മാതാവ് നഷ്ടപ്പെട്ടു. ആ വയസ്സ് നഷ്ടപ്പെടുന്ന ഒരു ബാലൻ്റെ അവസ്ഥ നമുക്ക് തിരിച്ചറിയാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു പ്രായമായ ഒരു മാതാവ് വരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് കൂടെ കൂട്ടി. 2002 അങ്ങ് തുടങ്ങി വെച്ച, പക്ഷേ ഒരു പാരലൽ കോളേജ് അധ്യാപകൻ, ഒരു ഹോട്ടൽ നടത്തിപ്പുകാരൻ, അതിൽ നിന്നൊക്കെ മാറി ഇന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന, ലോകം ശ്രദ്ധിക്കുന്ന, ഈ സംസ്ഥാനം ഏറെ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങ്. അങ്ങ് വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ അമ്മയുടെ അഭാവം വല്ലാത്ത വേദനയായിരുന്നു. അപ്പം അമ്മയുടെ മൂത്ത മകൻ ഞാനും, പിന്നെ എൻ്റെ താഴെ 5 പേരുമായിരുന്നു. അപ്പം മൂത്തയാളെന്നുള്ള നിലയിൽ അമ്മയ്ക്ക് ശേഷം ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരാളായി. പിതാവ് ഗവൺമെൻറ് സർവീസിലായിരുന്നു. അദ്ദേഹം പിന്നീട് വിവാഹവും കഴിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു അമ്മയില്ലായ്മയുടെ ഒരു വേദന എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ എന്നും കൊണ്ടു നടന്നു. പക്ഷെ ആ ഒരു വേദന ആണല്ലോ എന്തിനും ഒരു അടിസ്ഥാനമുണ്ട്. അതെ. അപ്പൊ ഈ പാറുക്കുട്ടി അമ്മ എന്ന് പറഞ്ഞ വൃദ്ധയായ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഏകയായി താമസിച്ച, അല്ലേ, താമസിച്ച ഒരു അന്നത്ര വയസ്സുണ്ടായിരുന്നു ഈ പാറുക്കുട്ടി അമ്മയ്ക്ക്? പാറുക്കുട്ടി അമ്മയ്ക്ക് ഒരു 85 വയസ്സിന് മുകളിലുണ്ടായിരുന്നു. അത്രയും ഉണ്ടായിരുന്നു. വളരെ. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ 47-ലധികം പ്രോജക്റ്റുകൾ, 2500-ലധികം ആളുകൾക്ക്, അന്തേവാസികളല്ല, നമ്മുടെ കുടുംബാംഗങ്ങളാണ്. അത് പിന്നോട്ട് വഴികളെ പറ്റിയെന്ന് പറയും. അത് ഒരമ്മയിൽ ഒരു മഴക്കെട്ടതിൽ തുടങ്ങുന്നു, ക്ലേശങ്ങളുടെ കാലഘട്ടം. അപ്പം തുടങ്ങുമ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പുറത്തു നിന്ന് പണം പിരിക്കാതെ നടത്തണം. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ കയ്യിലുണ്ടായിരുന്നതൊക്കെ വെച്ച് ഈ ഒരമ്മ പിന്നെ കൂടി ഒത്തിരി അമ്മമാരായി, പല വാടക കെട്ടിടങ്ങളായി. 2002 അത്രമാത്രം കേരളത്തിൽ അങ്ങനെ അഭയമില്ലാത്ത ആളുകളുണ്ടായിരുന്നു. അത് ഇത്രത്തോളമായില്ല, ഇന്നത്തെ അത്രയും ആയിട്ടില്ല. പക്ഷേ എങ്കിലും അന്ന് കുറച്ച് സ്ഥാപനങ്ങളാണ് ഉള്ളത്. ആ സ്ഥാപനങ്ങളിലൊക്കെ ഏകദേശം ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കുറച്ച് അമ്മമാരെ മാത്രം കൂടെ താമസിപ്പിച്ച് അവരെ ഒരു മകനായി കഴിയുക എന്നുള്ളതാണ് ആയിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ അങ്ങ് പിടിവിട്ട് പോവുകയാണ് ചെയ്തത്. അമ്മമാർ, അച്ഛന്മാർ, മാനസിക പ്രശ്നമുള്ളവർ, ഭിന്നശേഷിയുള്ളവർ, അംഗപരിമിതർ, അങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഇപ്പം പാലിയേറ്റീവ് അടക്കം HIV ബാധിതരെ നോക്കുന്ന സെൻ്ററുണ്ട്. HIV ഇപ്പോൾ 9 പേരുണ്ട്. അതിൽ കുറേ പേര് ഒരു 15 വർഷമായിട്ടുള്ളവരുണ്ട്. അവർക്ക് നല്ല ആഹാരവും മെഡിസിനും ഒക്കെ മുടങ്ങാതെ. 2002 എന്ത് പ്രായം ഉണ്ടായിരുന്നു? അന്നൊരു 45-56 വയസ്സ്. നല്ല പ്രായം. 45 ഉണ്ട്. അപ്പൊ അന്ന് എന്ത് മൂലധനമായിട്ടാണ് ഇത് തുടങ്ങുന്നത്? അന്ന് കയ്യിൽ ചെറിയ പൈസയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീടും താമസ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
വാടക കെട്ടിടത്തിലാണ് ആദ്യം വാടകക്കെട്ടിടത്തിലാണ് ആരംഭിച്ചത്. അപ്പോൾ അത് എൻ്റെ കൂടെ അന്ന് എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. മറ്റൊരു സോമരാജനും ഒരു വിജയൻ അമ്പാടിയും. അവരെന്നേക്കാൾ പ്രായമുള്ളവരായിരുന്നു. ഒരാൾ മരിച്ച് ഒരാളിപ്പം സുഖമില്ലാതിരിക്കുകയാണ്. അവരെന്നേക്കാൾ പ്രായമുള്ളവരായിരുന്നു. അപ്പം എൻ്റെ കൂടെ കൂടി അവർ എന്നുള്ളതായിരുന്നു. അത് മുന്നോട്ട് പോയി. പിന്നെ സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായിരുന്നു, വലിയ കഷ്ടതകളുണ്ടായി. എങ്കിലും ഞാൻ പുറത്ത് പണം പിരിക്കരുത് എന്നുള്ള ചിന്തയോടിരുന്നു. പല ഹോട്ടലുകളിലും രാത്രി പോയി ആഹാരം കളക്ട് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. കല്യാണം നടക്കുന്നിടത്ത് പോയി ശേഖരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ദുരിതത്തിലുണ്ടായിരുന്നു. ഒരു ദിവസം നമുക്ക് എത്ര രൂപയുടെ ചെലവുണ്ട്? ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 3.5 ലക്ഷം രൂപയെങ്കിലും ഒരു ദിവസം വേണ്ടി ഇവിടെ ഗാന്ധി ഭവൻ പത്തനാപുരം മാത്രം. കാരണം മെഡിസിനാണ് ഏറ്റവും കൂടുതൽ. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം 5 ലക്ഷം രൂപ ഡയപ്പർ മാത്രം വന്നു. നമുക്കൊരു ഇവിടെ ഉള്ളതിൽ ഒരു 90% പേരും രോഗികളാണ്. രോഗികൾ മാത്രമാണ് കൂടുതൽ എടുക്കുന്നത്. കാരണം അവർക്കെങ്ങും പോകാനിടവില്ല. ഇന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരു തമിഴ്നാട്ടുകാരൻ, ആരെന്നറിയത്തില്ല, വളരെ അവശനായി കിടക്കുന്നു. അവർക്ക് ഇനി ചികിത്സ കൊടുക്കാനൊന്നുമില്ല എന്നറിയിച്ചും കൊണ്ടുവരാൻ പറഞ്ഞ് ഇന്ന് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരമുള്ള ആളുകളെ പാലിയേറ്റീവ് ഏതാണ്ട് 300-ലേറെ പേര് പാലിയേറ്റീവ് ഉണ്ട്. അപ്പോൾ അവരെ ശുശ്രൂഷിക്കുക. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ ദൈവം നമ്മളെ നിലനിർത്തുന്ന ഇങ്ങനെയുള്ളവരെ എടുക്കുന്നുണ്ടായിരിക്കും. പിന്നെ തുടങ്ങിയപ്പോൾ തീരുമാനിച്ചൊരു കാര്യം, ഈ സ്ഥാപനത്തിന് ഈ ഒരു ജാതി മത കക്ഷിയൊന്നും ഉണ്ടാകരുത്. ഏത് വിശ്വാസത്തിൽ വരുന്നവർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ഇവിടെ താമസിക്കണം. കോഫി വിത്ത് ലൂക്കിൽ ഇതൊരു പുതിയ തിരിച്ചറിവാണ്. വിഷൻ, ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ അത് മിഷനിലേക്ക് പോകും. ആ മിഷൻ അത് അസാധാരണമായി മാറും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ചിന്തയായിരുന്നു, മലയാളികൾക്കൊരു വ്യത്യസ്തമായ സ്വഭാവമുണ്ട്, ആരെ പറ്റിയും നല്ലത് പറയില്ല. ഒരുപക്ഷെ ഇതുപോലെയുള്ള സ്ഥാപനം തുടങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഇത് പണം പിരിക്കാനും അവർക്ക് സൂചിച്ച് ജീവിക്കാൻ വേണ്ടി എന്നുള്ള തെറ്റായ ധാരണകളുണ്ടായിരുന്നു. ഈ ധാരണയിൽ നിന്ന് മലയാളികൾ മാറോട് ചേർത്ത് പിടിച്ച ഒരു മഹാസ്ഥാപനമാണ് ഈ ഗാന്ധി ഭവൻ എന്ന് പറയുന്നത്.